കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം വായിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 38. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ശിഷ്യന്മാരുടെ ഒരു ആർത്ത് വിളിയാണ്, കർത്താവിനോടുള്ളതായ ഒരു പ്രാർത്ഥനയാണ്. അല്ല, അതിനപ്പുറം അതൊരു പ്രത്യേക ടൈപ്പ് പിറുപിറുപ്പാണ്. ഈ പിറുപിറുപ്പ് ഒരു കാരണവശാലും കർത്താവിന് സന്തോഷകരമല്ല. അതൊരു തരം കർത്താവിനെ അവഹേളിക്കുന്നതിന് സമമാണ്. അതുകൊണ്ട് കർത്താവ് ശാസിക്കുന്നുണ്ട് അവരെ. എന്തുകൊണ്ടാണ് ഈ പിറുപിറുപ്പ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. നാം പള്ളിയിൽ പോകുന്നവരാണ്, നാം പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്, ബൈബിൾ ശ്രദ്ധയോടെ പഠിക്കുകയും വായിക്കുകയും കാണാതെ പഠിച്ചു വയ്ക്കുകയും ചെയ്യുന്നവരാണ്. ബൈബിൾ ടീച്ചേഴ്സാകാം, സൺഡേ സ്കൂൾ ടീച്ചേഴ്സാകാം, പ്രസംഗകരാകാം, ഒക്കെ ആണെങ്കിൽ പോലും ഇതുപോലുള്ളതായ ചില പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പിറുപിറുപ്പ് പുറത്തേക്ക് വരും. അത് കർത്താവിനൊട്ടും നല്ല സന്തോഷകരമല്ല. കാരണം ബിക്കോസ് ഇറ്റ് ഈസ് സിൻ. അവിടുത്തെ പ്രശ്നം വിശ്വാസമില്ലായ്മയാണ്. വിശ്വാസമില്ലാത്ത ഏത് കാര്യവും എന്താണ്? അത് പാപമാണ്. വിശ്വാസം കൂടാതെ ഉള്ളതല്ല. അതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇതുപോലെ പിറുപിറുപ്പ് എന്ന് പറയുന്നത് പല ടൈപ്പാണ്. ചിലത് ഹൃദയത്തിൽ തന്നെ പിറുപിറുപ്പ്, മറ്റു ചിലത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ചുണ്ടിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ പറയത്തെ ഒരു ശബ്ദം വെളിക്കാക്കത്തില്ല, ഒരു വിസ്പറിങ് ആയിട്ടുള്ള പിറുപിറുപ്പ്. മറ്റൊന്ന് ഇതേപോലെ വാചക കസർത്തോടുകൂടി ഏതെങ്കിലും വല്ലാത്ത രീതിയിലുള്ള പിറുപിറുപ്പ്. മറ്റേത് ആക്ഷനോടുകൂടി തലയിലടിച്ചും നെഞ്ചത്തടിച്ചും എന്തെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞും ഒക്കെ ഉള്ളതായ പിറുപിറുപ്പ്. മനസ്സിലായോ? ഇങ്ങനെ പല ടൈപ്പ് പിറുപിറുപ്പുകളാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ 40 സംവത്സരം യാത്ര ചെയ്യേണ്ടി വന്നതിന് കാരണം ഈ പിറുപിറുപ്പ് തന്നെയാണ്. ഡസൻ കണക്കിന് പിറുപിറുപ്പായിരുന്നു അവർ ചെയ്തത്. അവർക്ക് കനാൻ ദേശം കാണാൻ സാധിച്ചില്ല. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ, നമ്മളും ഇങ്ങനെ പിറുപിറുക്കുന്നവരാണ്. നമ്മൾ പള്ളി പോകുന്നവരൊക്കെ ആണെങ്കിൽ തന്നെയും പിറുപിറുക്കുന്നതാണ്. എന്തുകൊണ്ടാണ് കാര്യം? വചനം തലയ്ക്കകത്തിരുന്നാൽ പോരാ, വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം. ആ വചനം ആരുടെ വക? ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അതെ, വചനം നമ്മൾ വിശ്വസിക്കണം. വചനം സന്ദർഭം മനസ്സിലാക്കി വാക്യങ്ങൾ കാണാതെ പഠിക്കണം. പ്രത്യേകിച്ചും വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ പ്രോമിസസ്, ആയിരക്കണക്കിന് പ്രോമിസസ് ബൈബിളിലുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും, മനസ്സിലായോ? ഒളിഞ്ഞും തെളിഞ്ഞും അത് മനസ്സിലാക്കി അതിൻ്റെ സന്ദർഭമൊക്കെ മനസ്സിലാക്കി നമ്മൾ കാണാതെ പഠിച്ച് വയ്ക്കണം. കാരണം ഈ ദൈവവചനം വിശ്വാസത്തിലേക്ക് എടുത്ത് അത് നമ്മൾ എക്സർസൈസ് ചെയ്യണം. നമ്മുടെ ജീവിത അനുഭവത്തിൽ വചനം പരിശീലിക്കണം, പ്രായോഗികമാക്കി പരിശീലിക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ വചനത്തെ അങ്ങോട്ട് എടുത്ത് അത് നമ്മളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് അങ്ങനെ ഒരു പരിശീലനം വന്നാൽ മാത്രമേ ഈ പിറുപിറുപ്പിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ, കർത്താവിന് പ്രസാദകരമായി ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഉദാഹരണത്തിന് ഈ വായിച്ച ഭാഗം തന്നെ നമുക്ക് നോക്കാമോ? അതിൽ 35-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുന്നത് നാം അക്കരയ്ക്ക് പോകാം എന്നാണ്. അതൊരു പരോക്ഷമായ വാഗ്ദത്വമുള്ള ഒരു വാക്യമാണ്. അവിടെ പറയുന്നത് നിങ്ങൾ പോകാമെന്നല്ല, നാം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഒരുമിച്ച് നമുക്ക് അക്കരയ്ക്ക് പോകാം, നടുക്കടലിലേക്ക് പോകാം, മീൻ പിടിക്കാൻ പോകാം എന്നല്ല, അക്കരയ്ക്ക് ചെല്ലണം, അക്കരയ്ക്ക് പോകാമെന്ന് യേശുവാണ് പറഞ്ഞത്. പക്ഷെ അത് ശിഷ്യന്മാരങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. നമ്മളെ പോലെ തന്നെ നമ്മളും പലപ്പോഴും ഈ പ്രസംഗമൊക്കെ കേട്ടാലും കാര്യമായിട്ട് അങ്ങോട്ട് എടുക്കത്തില്ല, ശ്രദ്ധിക്കത്തില്ല. നമ്മളിരുന്ന് തലയൊക്കെ ആട്ടിയെന്ന് വരും, പക്ഷെ അങ്ങോട്ടും ചെല്ലുന്നില്ല, ഹൃദയത്തിലോട്ട് ചെല്ലുകയാണ്. അതാണ് കുഴപ്പം.
അപ്പം അതവരത്ര ശ്രദ്ധിച്ചില്ല. യേശു കൂടെ ഉണ്ട്, യേശു ആര്, ദൈവപുത്രൻ, ദൈവമാണ് എന്നുള്ളത് അവരെടുത്തില്ല. അതുകൊണ്ട് ആണ് അത് പറ്റിയത്. അവസാനം യേശു കർത്താവ് അവരെ ശാസിക്കേണ്ടി വന്നു. അവരോട് പറഞ്ഞത്, അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചതിലൊന്നും അല്ല പ്രശ്നം, അവർ ഭയപ്പെട്ടു. കർത്താവ് പറയുന്നത് എന്താ, നിങ്ങൾ എന്തിന് ഭീരുക്കളായി എന്നാണ്. നിങ്ങളിങ്ങനെ ഭീരുക്കളാകുക, കാരണം അതിൻ്റെ അർത്ഥം അവരുടെ വിശ്വാസം ഇല്ലാതെ പോയി. യേശുവിനെ ആരെന്ന് അവർ അംഗീകരിക്കുന്നില്ല. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, യേശു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്ന് നിങ്ങൾ പറയുകയും ഇതുപോലെ പതറുകയും ചെയ്യുകയാണെങ്കിൽ അത് പിതറുപ്പാണ്. അതിനെ നമ്മൾ ഓവർകം ചെയ്തേ തീരൂ. അതുകൊണ്ട് അതിന് നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കണ്ടുപിടിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് പരിശീലിക്കുക. ദൈവം ഈ വചനത്തിലൂടെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.